ശ്രീ റെജി ലൂക്കോസ് ലൈനിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, പിണറായി വിജയനുമായി തെറ്റിയതിന് ശേഷം എത്രയെത്ര വഴികളിലേക്കാണ് PV അൻവർ കടന്നു ചെന്നത്? DMK-യിൽ ചേക്കാറാൻ നോക്കി, TMC-യിലേക്ക് പോകാൻ നോക്കി, RJD അടക്കമുള്ള പാർട്ടികളെ സമീപിച്ചു. എങ്ങു നിന്നും ഒരു എൻട്രി കിട്ടിയില്ല. പക്ഷേ വ്യാജ DMK എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം രൂപീകരിച്ച് ആ പേരിലൊക്കെയാണ് ആലത്തൂരിലടക്കം മത്സരിക്കുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായത്. അവസാനം അപ്രസക്തനായി നിന്ന PV അൻവറിനെ പ്രസക്തനാക്കാൻ പിണറായി സർക്കാർ നന്നേ പാടുപെട്ടു. അതൊരു തരം പാടുപെടലായിരുന്നോ, മണ്ടത്തരമായിരുന്നോ? എന്താണ് ഇപ്പോൾ CPM-ന് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? അല്ല, CPM-ന് പറയാനുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് കേരളം ഒരു ദയനീയമായ കരച്ചിൽ കേട്ടു. അത് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ കേരള ഘടകത്തിന്റെ പ്രസിഡന്റായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ദയനീയമായ ഒരു കരച്ചിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയെങ്കിലും 2026 അധികാരത്തിൽ വന്നേ പറ്റൂ, അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയോ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയോ. അപ്പൊ എങ്ങനെയെങ്കിലും ആരെങ്കിലും കൂട്ടിയാണെങ്കിൽ അധികാരത്തിൽ എത്തണമെന്നുള്ള പിന്നെ UDF-ലെ പ്രമുഖ ഒരു ഘടകകക്ഷിയുടെ നേതാവ് പരസ്യമായിട്ട് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പൊ UDF എന്ന് പറയുന്നത്. അതാണ് അതിനകത്ത് പറയാനുള്ള ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം PV അൻവറിനെ കുറിച്ച് പറയാം. PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും നിരന്തരമായി വാർത്താമാധ്യമങ്ങളെ അവഗണിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറെ പ്രാധാന്യം കിട്ടി മാധ്യമങ്ങൾക്ക്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ, വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു ഹോബിയാണ്. അതിന് ആ രീതിയിൽ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പുള്ളി അപ്രസക്തനായി. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ, വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ നിലപാടിലെ വൈരുദ്ധ്യങ്ങൾ തന്നെ കേരളം കണ്ടു. പിന്നെ അന്നും കുറച്ച് സമയം മൈക്കുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ക്യാമറ ഓൺ ചെയ്ത് കിട്ടി. അതിനുശേഷം കഴിഞ്ഞ 3-3.5 മാസമായിട്ട് PV അൻവർ അപ്രസക്തനായി എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ. അതിനുള്ള ഗ്രാവിറ്റിയോട് പൊളിറ്റിക്കൽ അദ്ദേഹത്തിനുള്ളൂ. തന്നെയുമല്ല, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ പോയി. ആദ്യം DMK പോയി കണ്ടു, സ്റ്റാലിൻ പോകാൻ കൊടുത്തില്ല, DMK എന്നുള്ള പേര് സ്വീകരിച്ചു. ഡൽഹിയിൽ പോയി പിന്നെ ദക്ഷിണേന്ത്യ പോലില്ലാത്ത പല പാർട്ടിയും, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാത്ത കുറെ പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച നടത്തി അവരാരും അംഗീകരിച്ചില്ല. തിരിച്ച് നാട്ടിൽ വന്ന് ഒരു യാത്ര നടത്തി. ആ യാത്രയുടെ കാര്യമാണ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം വന്യമൃഗങ്ങളുടെ രക്ഷകനായിട്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ രക്ഷകനായിട്ട് വേഷം കെട്ടി വയനാട്ടിലെ പനമരത്തുനിന്ന് ഒരു യാത്ര തുടങ്ങി. 3 DCC പ്രസിഡന്റുമാരുടെ പേര് കൊടുത്തു. ഒരാൾ പോലും അത് പങ്കെടുത്തില്ല. KPCC നിർദ്ദേശം കൊടുത്തു ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത്. ആരുമില്ല, കുറെ ചണ്ടകെട്ടുകാർ മാത്രമേ ഉള്ളൂ. അതുമായിട്ട് 3-ാം ദിവസം പിന്നെ തന്റെ സ്വന്തം മണ്ഡലമായ നിയോജകമണ്ഡലമായ നിലമ്പൂർ എത്തുമ്പോൾ അദ്ദേഹത്തിന് വീട് കിട്ടിയ അവസരമാണ്. ഒരു ആദിവാസി യുവാവ് 38,000 മണിയെ ഒരാന ചവിട്ടിക്കൊന്നു. അത് മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹം 9 വർഷക്കാലം ഇതിനുവേണ്ടി അക്ഷരം പോലും ഉണ്ടായിരുന്ന ഈ അൻവർ പിന്നെ ഒരു പൊതുമേഖല ഓഫീസിൽ, പ്രത്യേകിച്ച് ഒരു സർക്കാർ ഓഫീസിൽ കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടി നിരപ്പാക്കി കഴിഞ്ഞു. പിന്നീട് അവിടെയുള്ള ഉപകരണങ്ങളും ഫർണിച്ചറെല്ലാം തകർത്ത് തെമ്മാടിക്കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നു. അന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് സ്വാഭാവികമായ ഒരു നീതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇത്ര ആയപ്പോഴത്തേക്കും കേരളത്തിലെ പ്രതിപക്ഷം ഉണർന്നു. തങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇന്ത്യയിൽ ഇത്രയ്ക്ക് അധമമായ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യൻ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അത് കൂടാണ്ട് തന്നെ പറഞ്ഞ വേറൊരു വാചകം കൂടെയുണ്ട്. അതാണ് ഏറ്റവും ദയനീയമായി പോയത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞൊരു ആരോപണം 150 കോടി, നേരത്തെ നീലു പറഞ്ഞൊരു തിരുത്തൽ, 150 കോടി രൂപയുടെ കള്ളക്കടത്ത് പണം അദ്ദേഹം കെയറയിൽ അട്ടിമറിക്കാൻ വേണ്ടി, ഇത് കേട്ടു, അത് തന്നെ, കെയറയിൽ അട്ടിമറിക്കാൻ വേണ്ടി വാങ്ങി മീൻവണ്ടിയിൽ അത് ചാവക്കാട് എങ്ങാണ്ട് കൊണ്ടുവന്ന് മുക്കി അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിച്ചു. അത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ഉത്തരേന്ത്യൻ മാതൃകയിലൊക്കെ 10, 200, 500, 1000 കോടിയൊക്കെ വിഴുങ്ങി കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും വലിയൊരു ആരോപണം ആദ്യമായിട്ട് കേട്ടത്. കാരണം നമ്മളെ കൈവരലാൽ എണ്ണാൻ പറ്റാത്തൊരു ഭീമമായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടിയില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സകല പ്രതിപക്ഷത്തിന്റെയും ആക്ഷേപിച്ച് അദ്ദേഹം പാണക്കാട് തങ്ങളെ കുറിച്ച് പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അതിവര് മറന്നുപോയെന്ന് തോന്നുന്നു, ഷാക്കിർ. ഇന്നിപ്പോ അദ്ദേഹത്തിനെതിരെ വീണ് കിട്ടിയൊരു വടി പോലെ അത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് പോലീസിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഈ അൻവറെ സുസ്വാഗതം ചെയ്തിരിക്കുകയാണ് എങ്ങോട്ട്, പാണക്കാട്ടേക്ക്, അത് UDF-ലേക്ക്. ഏറ്റവും ദയനീയമായ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അവർ പറയാനുള്ള സമയം തരണം. അതായത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകം, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞോളൂ പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ചേലക്കരയിൽ UDF-നെ തോപ്പിക്കാനായിട്ട് സ്ഥാനാർത്ഥി നിർത്തിയ ആളാണെന്ന് കൂട്ടിക്കോളൂ. ഇയാള് ഈ BD സതീശനോട് ഇദ്ദേഹത്തിനെ UDF-ലേക്ക് എടുക്കൂ എന്ന് ചോദിച്ചപ്പോൾ തമാശ പറയാതെ UDF-ൽ കൊള്ളാവുന്നവരുണ്ടെന്ന് പറഞ്ഞു. കൂടാണ്ട് MM ഹസനും പറഞ്ഞു അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. കേരളം മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ മനുഷ്യൻ
പിന്നെ യു ഡി എഫിന് അടഞ്ഞ അധ്യായമാണെന്ന് ഇത്രയ്ക്കും യു ഡി എഫുകാരെയും കോൺഗ്രസുകാരെയും മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിക്കുക, വർഗീയത മാത്രം വിളമ്പുകയും ചെയ്ത് ഈ മനുഷ്യന് പ്രവേശനം ഇല്ലാത്തൊരു ഘട്ടത്തിൽ മിനിഞ്ഞാന്ന് ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു PV അൻവറെ യു ഡി എഫിന് എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രദ്ധേയമായ ഒരു വാചകം. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ആർക്കും വാതിൽ അടച്ചു കിടപ്പില്ല, ആരെയും വേണമെങ്കിൽ സ്വീകരിക്കാൻ, അതിന് PV അൻവറിന് മുമ്പിൽ ഞങ്ങൾ ഡോറ് കൊട്ടിയടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവിടെ പിന്നെ എന്താ പറയാ, നാണം കെട്ട് വരാന്നറിയോ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവാ. ആ പ്രതിപക്ഷ നേതാവ് ഒരു കാരണവശാലും എടുക്കുന്ന വിഷയമേ ഇല്ലെന്ന് ഇനി ചോദിക്കരുത് മാധ്യമങ്ങളോട് അതിന് 2 ദിവസം മുമ്പ് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വലിയേട്ടൻ ഭാവം നയിക്കുന്ന ലീഗിന്റെ പിന്നെ ഉന്നത നിലയിലിരിക്കുന്നത് ഞാൻ ആദരിക്കുന്ന വ്യക്തിത്വം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുകൂടെ പറയാം. അദ്ദേഹം പറഞ്ഞു, അതായത് VD സതീശനല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങളാന്ന് പറഞ്ഞു. മുരളീധരൻ പിന്തുണയായിട്ട് വന്നു. ആർക്ക് പിന്തുണയായിട്ട് വന്നു? ഈ പറയുന്ന VD സതീശന് പിന്തുണയായിട്ട് വന്നു. കാരണം അതിന്റെ പ്രഖ്യാപിതമായ പിന്നെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലാതെ കംപ്ലീറ്റ് ക്ഷമിക്കണം, അത് സ്പെല്ലിംഗ് മാറിയതാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ കെ മുരളീധരൻ പിന്നെ രംഗത്ത് വന്നു. അങ്ങനെ മിക്കവാറും എല്ലാവരും രംഗത്ത് വന്നു. VD സതീശൻ ഒറ്റപ്പെട്ടു. VD സതീശൻ കോട്ടയത്ത് നടത്തിയൊരു പ്രസംഗത്തിന് 2 വാക്കുകളോട് കൂടി ബഹുമാനപ്പെട്ട സേനാപതി വേണു സാറ് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും നീതിമാന്മാരുടെ പക്ഷമായിരിക്കും നീതി, അനീതി പ്രവർത്തിക്കുന്നവരുടെ പക്ഷം ചേരത്തില്ല, അതാണ് അതിന് ശരിയെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ? അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി ലീഗും കാര്യങ്ങളെല്ലാം പിന്നെ നമ്മുടെ അൻവറങ്ങ് മാറ്റി നിർത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പേരിൽ ഒരു പെശമുണ്ട്, ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേരാ പറഞ്ഞത്, അത് തെറ്റിപ്പോയി. രമേശ് ചെന്നിത്തലയും ലീഗും അതുപോലെ തന്നെ SNDP NSS എല്ലാം കൊടുത്ത വരവേൽപ്പുകളെല്ലാം കണ്ടപ്പോൾ VD സതീശന് മനസ്സിലായി താൻ ഏതാണ്ട് UDF അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിന്റെ കളത്തിന് പുറത്തായെന്ന് പറഞ്ഞു. ഇതിന്റെ ആവർത്തനമായിരുന്നു ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി മിനിഞ്ഞാന്ന് പിന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതേ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറയുന്നു ഇന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വൈരുദ്ധ്യം ആലോചിക്കുകയും സതീശനെ വെട്ടിക്കൊണ്ട് പാവ സതീശൻ PK കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിനെതിരെ ഒന്നും പറയാൻ പറ്റാത്ത ഗതികേടിൽ വന്നപ്പോ ഇന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തികൾക്കല്ല പ്രശ്നം, നിലപാടിനാന്ന് പറഞ്ഞു. അതായത് താൻ സ്വാഗതം ചെയ്യുന്നല്ല, അദ്ദേഹത്തിന് നിലനിൽപ്പില്ല. അങ്ങനെ ഗതികേടിന്റെ പുറത്ത്, അതായത് തനിക്കെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച PV അൻവറിനെ കൂടെ കൂട്ടുകയല്ലാതെ VD സതീശനും വഴിയില്ലാതായിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ലീഗിന്റെ കക്ഷത്തിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഞാൻ അതിലേക്ക് തിരികെ എത്താം.